വാട്ടർ സർവീസ് ആണ് 500 രൂപ. അത് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഫോം വാഷാണ് ചെയ്യുന്നത്. അതേപോലെ ആണ്. അതാണ് അത് ഇന്റീരിയർ ക്ലീനിങ് കൊണ്ട് വാക്യൂം മെഷീൻ വെച്ച് ഫുൾ ഡസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്ത് തരുന്നതാണ്. അത് ഡാഷ്ബോർഡ് പോളിഷിങ്, ടയർ പോളിഷിങ് എല്ലാം ഉണ്ട്. എല്ലാം 500 രൂപയ്ക്ക് ഇതെല്ലാം കൂടെ വന്ന് വീട്ടിൽ വന്ന് ചെയ്ത് തരുന്നത്. ഇതുപോലെ വേറെ എവിടെ തന്നെ കിട്ടുമോ? പറയുന്ന എന്ത് സർവീസ് സെന്റർ എന്ത് പറയുന്നു അത് അതേപോലെ വിശ്വസിച്ച് പൈസ കൊടുത്ത് വരാനേ നമുക്ക് പറ്റത്തുള്ളൂ. അടുക്കള വേണ്ട, അരിക്ക് ഇഷ്ടം പോലെ ഇളക്ക്. എനിക്ക് വയ്യ. ഈ 4 ടയറും ബാക്കിയെല്ലാം തേച്ച് എൻ്റെ പൊന്നപ്പോ അത് മൊത്തം വെക്കണം. ഫുള്ളരിക്കട്ടെ. ഒരു കാര്യം ചെയ്യാം, എനിക്ക് പോകാൻ വേണം. 1 മണിക്കൂർ കൊണ്ട് കഴിവ് തീരാൻ തോന്നില്ല. നമുക്കൊരു നമ്പറെ വിളിച്ചു നോക്കാം. വീട്ടിൽ വന്ന് സർവീസ് ചെയ്യും വണ്ടിയെ. വീട്ടിൽ നിന്ന് വാട്ടർ സർവീസ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ആ ഫോൺ എടുത്തുണ്ടോ? ഈ വണ്ടി സർവീസ് ചെയ്യാൻ പറ്റുമോ? നാനോ കാറാണ്. അപ്പോൾ എനിക്ക് 1 മണിക്കൂറിനകത്ത് നീ പോകാൻ വേണം. ഏറ്റിങ്കര പെരുമ്പഴൂർ. ഓക്കെ. ഇവിടെ തന്നെ ഇതാണോ നിങ്ങളെ? ആ ഓക്കെ. ഇപ്പൊ വണ്ടി തന്നെ എല്ലാം ഉണ്ടല്ലേ? എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാം ഉണ്ട്. അപ്പം പിന്നെ ചെയ്യാം ഓക്കെ. അപ്പം ഇതാണ്ട ഫുൾ സെറ്റാണ് കേട്ടോ സംഭവം. കറണ്ടോ വെള്ളമോ ഒന്നും കൊടുക്കാതെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം മാത്രം കൊടുത്താൽ മതി. അവർ വന്ന് എല്ലാം ചെയ്ത് കേട്ടോ. വെള്ളം പോലും കൊടുക്കണ്ട, കറണ്ടും കൊടുക്കണ്ട. നല്ല വണ്ടി ക്ലീനാക്കി കുട്ടപ്പനായിട്ട് കൈ തരും. ആവശ്യമില്ല, സമയം കളയണ്ട, ഒരു ദിവസം വെറുതെ കളയണ്ട. എല്ലാം നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ സമയത്ത് എന്നാണ് എപ്പോഴാണ് ചെയ്യാനുള്ളത് വന്ന് ഞങ്ങൾ ആ സമയത്ത് ചെയ്തു തരും. പീരിയോഡിക് സർവീസ് ഫുൾ ആയിട്ട് ചെയ്തു തരും. അത് എത്ര റേറ്റ് പറഞ്ഞേ? അത് സ്റ്റാർട്ടിങ് വരുന്നത് 2500 രൂപയാണ് വരുന്നത്. അതായത് നോർമൽ റേറ്റ് വരുന്നതാണ്. ബാക്കിയുള്ള വണ്ടി മാറുന്നതനുസരിച്ച് ആ ഒരു ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. മനസ്സിലായി. വാട്ടർ സർവീസ് ആണ് 500 രൂപ. അപ്പം വാട്ടർ സർവീസ് മാത്രം ചെയ്യുന്നത്? അതെ, വാട്ടർ സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഫോം വാഷാണ് ചെയ്യുന്നത്. അതേപോലെ ഫോം വാഷാണ്. അതാണ് അത് ഇന്റീരിയർ ക്ലീനിങ് കൊണ്ട് വാക്യൂം മെഷീൻ വെച്ച് ഫുൾ ഡസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്ത് തരുന്നതാണ്. അത് ഡാഷ്ബോർഡ് പോളിഷിങ്, ടയർ പോളിഷിങ് എല്ലാം ഉണ്ട്. 500 രൂപയ്ക്ക് ഇതെല്ലാം കൂടെ വന്ന് വീട്ടിൽ വന്ന് ചെയ്ത് തരുന്നത്. ഇതുപോലെ വേറെ എവിടെ തന്നെ കിട്ടുമോ? അപ്പം ഞാനിപ്പം വീട്ടിൽ നിന്ന് കഴുകി എൻ്റെ അടപ്പളവ് പോയിരുന്നു. അപ്പോൾ ഈ നമ്പർ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റ കണ്ടിട്ടാണ് ഞാൻ. കറണ്ട് വേണ്ട അല്ലേ? ജനറേറ്റർ ഉണ്ട്. കറണ്ടും വേണ്ട, വെള്ളവും വേണ്ട. ഞങ്ങളുടെ വണ്ടി ഇടാനുള്ള സ്ഥലം മാത്രം തന്നെ. അത് ഓഫീസിലായാലും ശരി, എവിടെയായാലും. ഇപ്പോൾ നിങ്ങൾ റോഡ് സൈഡിലാണ് വണ്ടി പാർക്കിംഗ് സ്ഥലം, 2 വണ്ടി പാർക്കിംഗ് സ്ഥലമുണ്ട്. അത് മതി, ഞങ്ങൾ അവിടെ വന്ന് ചെയ്തു തരും. അങ്ങനെ. ഓക്കെ. സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ താഴെയുള്ള നമ്മളിവിടെ വന്നത്, നമ്മൾ നേഴ്സിൻ്റെ അടുത്ത് വന്നത്. ഇതാകുമ്പോൾ കുഴപ്പമില്ല, റോഡാണ്, വയലാണ്. അല്ല ഫുൾ അഴുക്കാണ്. നീ കഴുകിയിട്ട് തന്നെ മാസങ്ങളായി. രക്ഷയില്ലാത്ത അഴുക്ക്, ചെളിയും. ഒന്നാമത് മഴയാണ്. മഴയെടുത്ത് നമ്മളെല്ലാ വണ്ടികളും ഈ അഴുക്കും ചെളിയായിട്ടിരുന്ന അത് തുരുമ്പ് വരാൻ സാധ്യതയുണ്ട്. കാരണം എൻ്റെ അടിഭാഗം നോക്കുകയാണെങ്കിൽ ഫുള്ള് ചെളിയായിരിക്കും. അപ്പോൾ ഇതെല്ലാം അടിഭാഗം വരെ നമുക്ക് വാട്ടർ സർവീസ് ചെയ്ത് ക്ലീൻ ചെയ്ത് കണ്ട. ഇതെല്ലാം അടിയെല്ലാം കണ്ട, അതെല്ലാം ഫുള്ള് ക്ലീൻ തന്നെ. അപ്പം നമുക്ക് ഈ സർവീസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. കാർ ഫുള്ളായിട്ട് മണലും ചെളിയും എല്ലാം നിറഞ്ഞിരിപ്പുണ്ട്. ഇനി ഇതെല്ലാം വാക്കുകളിൽ അടിച്ച് കളയും. അത് കറണ്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇതിപ്പോൾ ഇതിന് ഇത് സംഭവം ഇത് വീഡിയോ അറിയാം. അപ്പം ഇത് ആക്കി ഇതാ ചെയ്താലേ.
കഴുകി എല്ലാം നല്ല തുടച്ച് കുട്ടപ്പനായിട്ട് ഇനിയും ഉണ്ട് പണി. വെറും നമ്മുടെ വാട്ടർ സർവീസ് മാത്രമല്ല കേട്ടോ, അവർക്ക് അതിൻ്റെ കൂടെ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ചിലപ്പോൾ നിൽക്കും അങ്ങനെ സാധ്യത കുറവാണ്. വെള്ളത്തിൽ മാക്സിമം പോകും. അഥവാ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ അടുത്തിൻ്റെ ഡാഷ്ബോർഡ് പോളിഷാണ് കേട്ടോ, അതും നമ്മൾ ഇതിൻ്റെ കൂടെ ഉള്ള സംഭവം തന്നെയാണ്. അതൊരു ഡ്രോപ്പ് ഇടുക. വെള്ളം മിക്സ് വെള്ളമൊന്നുമില്ല, ഡയറക്റ്റ് ലിക്വിഡ് ഇതിൽ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യണം. എന്നിട്ട് എത്ര മിനിറ്റ് അങ്ങനെ ഉണ്ടോ? ഇല്ല, ഇതിനൊന്നും ചെയ്യണ്ട. ഇതൊരു ഓട്ടോമാറ്റിക് ആയിട്ടേ താനെ ഇത് ചെറിയ താനം ട്രൈ ആയിക്കോളും. പിന്നെ വണ്ടിയിലകത്ത് ഒരു 3 ദിവസം 4 ദിവസത്തേക്ക് നല്ല രീതിക്ക് ഈ ഗ്ലേസിങ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാം. പൊടിയൊന്നും കയറുന്നില്ലെങ്കിൽ ഒരാഴ്ചത്തോളം ഇത് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് വണ്ടി തുറന്നിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ മാത്രമേ പൊടി ഇതിൽ പിടിച്ചിരിക്കത്തുള്ളൂ. ചെറിയൊരു പുളി ഓയിലല്ല, നമ്മൾ കൈ പിടിക്കാൻ സ്ലിപ്പായി പോകുന്ന ആ ടൈപ്പ് അല്ല. 500 കൊടുത്താലെന്ത് നല്ല വൃത്തിയായി കുട്ടപ്പനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ പോവുകയാണെങ്കിൽ സർവീസ് നിൽക്കുന്നത് അവിടെ നമ്മൾ നിൽക്കേണ്ടി വരും. നമ്മൾ സമയം ഒന്നും കളയേണ്ട ആവശ്യമില്ല. വീട്ടിൽ നമുക്ക് ഈ കാറിനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. വീട്ടിലെ ഭാര്യയോ അമ്മയോ നമുക്ക് സഹായിക്കാം. അപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് കുത്തിയിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പീരിയോഡിക് സർവീസ് ഉണ്ട്, അതുവാണെങ്കിൽ ഇവിടെ നിന്ന് വീട്ടിൽ തന്നെ ചെയ്തു തരുന്നതാണ് പറയുന്നത്. അപ്പം അതും നമുക്ക് ചെയ്യുമ്പം നമ്മൾ പോയി സമയം വേസ്റ്റ് ആവണ്ട, ഒന്നും ചെയ്യേണ്ട. ഓയിൽ ചേഞ്ച് ചെയ്യുക, അതൊക്കെ ചെയ്യുക. ഇത് പറഞ്ഞാൽ വണ്ടിക്കകത്ത് മൊത്തം വന്നിട്ട് നീറ്റായിട്ട് ക്ലീനായിട്ട് പൊടിയെല്ലാം പോയി നല്ല ഭംഗിയായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഫിനിഷ് ആവാൻ വേണ്ടി കിടക്കുന്നേ ഉള്ളൂ. ഓരോരോ ഘട്ടമായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി കുറേ സ്ക്രാച്ചൊക്കെ ഉണ്ട്. ഇങ്ങനെ വരുന്ന വഴി കുറച്ച് മോശമായതുകൊണ്ട് 2 മതിൽ തട്ടിയൊക്കെ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇത് എത്രത്തോളം മാക്സിമം നന്നാക്കാൻ പറ്റാത്തോളം നന്നാക്കുന്നുണ്ട്. അതിൻ്റെ വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ്. നിങ്ങളുടെ വണ്ടി നല്ല ക്വാളിറ്റി ആകുമ്പോൾ അത്രയും ക്വാളിറ്റി കൂടത്തേ ഉള്ളൂ. കുറച്ച് നേരത്തേക്ക് നിൽക്കത്തുള്ളൂ. നല്ല അത്യാവശ്യം നോർമൽ നല്ലൊരു കണ്ടീഷൻ ആണെങ്കിൽ ഇത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ നമ്മൾ 500 രൂപയ്ക്ക് നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കും. 500 രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങളാണ് വന്ന് വീട്ടിൽ വന്ന് ചെയ്തു തരുന്നത്. അപ്പോൾ എൻ്റെ കുട്ടിയാണെ സ്വന്തമായിട്ട് തന്നത്. അപ്പോൾ 500 രൂപയ്ക്ക്. അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് ഉച്ച വരെ ഇരുന്ന് കഴുകി വെളുപ്പിച്ച് എൻ്റെ അടപ്പളവായിരുന്നു. അപ്പം 1 മണിക്കൂർ മതിയില്ലേ നമുക്ക്? 1 മണിക്കൂർ മതി. 1 മണിക്കൂർ കൊണ്ട് ഇപ്പോൾ നമ്മൾ വാട്ടർ സർവീസും ഇതിൻ്റെ എല്ലാം ഇതിപ്പോൾ നമ്മളെല്ലാം ഡാഷ്ബോർഡെല്ലാം ക്ലീൻ ചെയ്ത് അകത്തെല്ലാം നമ്മുടെ പൊടിയെല്ലാം മാറ്റി ക്ലീൻ കൊടുക്കും. പക്ഷേ 2500 കൊടുത്ത് നമ്മൾ ഓയിൽ സംഭവം ബാക്കി ബ്രേക്സ് അതിൽ എന്തൊക്കെ വരുന്ന പറയാമോ? അതിൽ വരുന്നത് പീരിയോഡിക് സർവീസ് ആണ് ചെയ്യുന്നത് 2500. അതായത് ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽറ്റർ ചേഞ്ച്, പിന്നെ ബാക്കിയുള്ള 4 ബ്രേക്ക് ക്ലീനിങ്ങും ഉണ്ട്. അതേപോലെ ചെക്ക് ചെയ്യും. പിന്നെ അതിന് മാറാനുണ്ടെങ്കിൽ അതിന് മാത്രം ബ്രേക്ക് പാഡിനും ബ്രേക്ക് ഷൂവിനും എക്സ്ട്രാ പൈസ ആവുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം ആ സർവീസിൽ ഇൻക്ലൂഡഡ് ആണെന്ന എല്ലാം ചെക്കിങ്ങും ബാക്കി എല്ലാം ചെയ്യുന്നതാണ്. നിങ്ങൾ പീരിയോഡിക് സർവീസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം, അതായത് 40 സർവീസിൽ എന്തൊക്കെ മാറാനുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ മാറാനുണ്ടെങ്കിൽ എല്ലാം കൃത്യമായിട്ട് മാറും. അപ്പോൾ അതിനുള്ള മാറുന്ന പാർട്സിന് മാത്രം എക്സ്ട്രാ ക്യാഷ് ആവത്തുള്ളൂ. നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിൽ നമ്മൾ ഇവിടെ പോയി ചെയ്യാറുണ്ട്. ട്രിവാൻഡ്രത്തിന് ചുറ്റും ഒരു 30 കിലോമീറ്ററാണ് സർക്കിളിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കിലോമീറ്റർ ആണെങ്കിൽ നമ്മൾ ചെറിയൊരു എക്സ്പെൻസ് നിങ്ങൾ ചെയ്യും. അതിപ്പോൾ കിലോമീറ്റർ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് 1 കിലോമീറ്റർ അല്ലെങ്കിൽ ചെറിയൊരു ഇതിന് ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഏതായാലും നമുക്ക് ഒന്നും അറിയാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോൾ നിങ്ങളെല്ലാം കഴുകി ക്ലീനാക്കി തുടച്ച് ഓയിലൊക്കെ മാറി സെറ്റായി തരും. ഞങ്ങൾ രാവിലെ 7 മണി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫീസിൽ പോകുന്ന സമയത്ത് ഒരു 10 മണിക്ക് ഓഫീസിൽ പോകണം, 9 മണിക്ക് ഓഫീസിൽ പോകണമെങ്കിൽ 7 മണിക്ക് വന്ന് ഞങ്ങൾ വർക്ക് ചെയ്യും. അതെല്ലാം സാഹചര്യങ്ങൾ നേരത്തെ വന്ന് ചെയ്യണമെങ്കിൽ ഞങ്ങൾ അങ്ങനെ അതനുസരിച്ച് 6 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കസ്റ്റമേഴ്സിന്. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇതിന്റെ കൂടെ ഞങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. അത് 24 hours അവൈലബിൾ ആണ്. എവിടെ വേണമെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ സ്പോട്ടിൽ വന്ന് വണ്ടി ക്ലിയർ ചെയ്ത് തരുന്നതാണ്. എല്ലാം ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ സർവീസ് സെന്ററിൽ പോകണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും ലാഭമാണ്. അതേപോലെ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊക്കെ ഒന്നും അറിയാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കാണാൻ മുന്നേ നമ്മൾ എന്തൊക്കെ മാറുന്നുണ്ടെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സർവീസ് സെന്ററിൽ ഇപ്പോൾ നിങ്ങൾ ഒരു സാധനം മാറുന്നുണ്ട്, അപ്പോൾ അതിന് അത് കോസ്റ്റ് വാങ്ങിക്കുന്നത് അത് മാറിയില്ലെന്ന് പലർക്കും പല സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ ജെന്യുവനായിട്ട് വന്ന് വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഇത് മാറാനുണ്ടെങ്കിൽ മാറാൻ പറയും. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇന്ന സാധനം പോയതുകൊണ്ട് ഇത് മാറുന്നുണ്ട്. അപ്പോൾ ആ പൈസ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് ഇപ്പോൾ ഒരു സർവീസ് 20,000 സർവീസ് ചെയ്ത് 40,000 സർവീസ് ചെയ്തപ്പോൾ എനിക്ക് 10,000 രൂപ ബില്ല് വന്നു. അപ്പോൾ എന്തൊക്കെ മാറിയിട്ടുണ്ടെന്ന് വെച്ചാൽ പലർക്കും അത് അറിയാൻ പറ്റത്തില്ല. അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് വണ്ടി ഓടിക്കുന്നുള്ള ഇത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആൾക്ക് മാത്രമേ വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാവും ഇത് ഇന്ന മാറിയിട്ടുണ്ട് മനസ്സിലാവും.
അല്ലാതെ ഒരു വ്യക്തിക്ക് അത് അതിനെക്കുറിച്ച് അത്ര അറിവില്ലാത്ത ഒരു വ്യക്തിക്ക് ഒന്നും നമ്മൾ പറയുന്ന എന്ത് സർവീസ് സെന്റർ എന്ത് പറയുന്നു അത് അതേപോലെ വിശ്വസിച്ച് പൈസ കൊടുത്ത് വരാനേ നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ഓഫീസ് വിളിക്കുന്നത്? ഞങ്ങളുടെ ഓഫീസ് വരുന്ന കരമനയാണ്. കരമന ഓഫീസാണ്. അപ്പോൾ മൊബൈൽ നമ്പർ ഒന്ന് പറഞ്ഞാൽ? എൻ്റെ ഫോൺ നമ്പർ വിളിക്കേണ്ട നമ്പർ 7293355715. ഓക്കെ ഓക്കെ, ഞാൻ വീഡിയോ കൂടെ മെൻഷൻ ചെയ്തിരിക്കാം. ഏതായാലും അടിപൊളിയാക്കി തന്നായിരുന്നു. നല്ലത്. അജിത്തിനാണ് വണ്ടി നീറ്റായ എങ്ങനെയുണ്ട്? തുറന്നു നോക്കിയോ അകത്ത്? നീ ചവിട്ടി അഴുക്കാക്കി മണ്ണാക്കിയ സാധനം ഇപ്പം നീറ്റായ എങ്ങനെയുണ്ട്? സൂക്ഷിക്കോ നീ ഇത്? നീ കഴിവോ? നീ കഴിവാൻ പറ്റുമോ അതിനെ കൊണ്ട്? ഞാനാണെങ്കിൽ രാവിലെ കഴിവാൻ പ്ലാൻ എടുത്തു. അതാണപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചത്. ഒരു രക്ഷയില്ലാതെ കഴിവിൻ്റെ എനിക്ക് വന്ന പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്കൊന്നും ഇരുന്ന് കുനിഞ്ഞൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. ഏതായാലും സത്യം നല്ല ഒരു എന്താ ഒരു കല എൻ്റെ നമ്മളെ ആനക്കൂട്ടൻ സെറ്റായിട്ടുണ്ട്. കുഞ്ഞാന അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കും നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. അത് നിങ്ങളെ വീട്ടിൽ വന്ന് അതാണ് ഹോം മേക്ക് എന്ന പേര്. ഹോം മേക്ക് ഉണ്ട്. ഇപ്പോൾ ഫുൾ സംഭവങ്ങളെല്ലാം സെറ്റാണ്. അതുകൊണ്ട് എല്ലാ സംഭവങ്ങളും ഒന്നുപോലും നമ്മളെ വീട്ടിൽ നിന്നൊന്നും കൊടുക്കണ്ട. അവരെ കയ്യിൽ തന്നെ വെള്ളമെല്ലാം ഉണ്ട്. വെള്ളവും എല്ലാം അവരെ കൊണ്ടുവരും. കറണ്ടും എല്ലാം നിങ്ങൾ തന്നെ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ ഓഫീസിൽ പോയിട്ട് ഇപ്പോൾ നിങ്ങൾ രാവിലെ ഓഫീസിൽ 10 മണിക്ക് കയറിയാൽ നിങ്ങൾക്ക് വൈകിട്ട് 4 മണി സമയമുണ്ട്. ആ ഓഫീസ് സ്പേസിൽ പാർക്കിങ്ങിൽ ഒരു വണ്ടിയുടെ എൻ്റെ ഒരു വണ്ടിയുടെ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അവിടെ വന്ന് ഞങ്ങൾ ചെയ്തു തരും. അതുപോലെ അതെല്ലാം റോട്ടിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ സൗകര്യം. ഒരു 2 വണ്ടി പാർക്കുള്ള സൗകര്യം അവിടെ മതി. നമുക്ക് റോട്ടിലെല്ലാം നമ്മൾ ചെയ്തു തരും. അപ്പം ഇതുപോലെ നിങ്ങളെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം, ചെയ്യണ വണ്ടി നമുക്ക് അത്രേ വേണ്ടുള്ളൂ. വേറെ സ്ഥലങ്ങളോ വലിയ ഇതൊന്നും നമുക്ക് വേണ്ട. ഒരു തുള്ളി ഓയിൽ പോലും തറയിൽ വീഴത്തില്ല. അത് ഗ്യാരണ്ടി. അത്രയും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഹോം ടെക് ഉണ്ടാ. ഹോം മെക്ക് എന്നാണ് പേര്. നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പം നിങ്ങളെ ചെയ്യുന്നതിന് നിങ്ങൾ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക. അവരൊന്ന് നല്ല നീറ്റും ക്ലീനും ആക്കി തരും. കണ്ടാ സെറ്റാണ് അല്ലേ? അപ്പം അടിച്ച് കയറി വാ. നമുക്ക് കാണാൻ വീട്ടിൽ വെളിയില്ലേ ഒരു വീഡിയോ വൈഫുണ്ട് മനസ്സിലായോ? നമ്മുടെ ഇപ്പം ഫുൾ പച്ചപ്പൊക്കെ ആകുമ്പം താമസം ഉണ്ടാവും. അതാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. മെക്കാനിക്കാണ്. അപ്പൊ വണ്ടി സംഭവമായിട്ട് എന്താ ബന്ധപ്പെട്ട സംഭവം? മെക്കാനിക്കൽ എന്ത് ഇതുണ്ടെങ്കിലും വിളിച്ചാൽ മതി, വന്ന് വീട്ടിൽ ചെയ്തു തരും. സ്കാൻ ചെയ്യുന്ന സംഭവം അത് ഡയറക്റ്റ് വാട്സാപ്പിലും പോകും. അത് സ്കാൻ ചെയ്ത ഇൻസ്റ്റാഗ്രാമിൽ പേജിലോട്ട്